സുവിശേഷം. അതിൽ ഒന്നാമത്തെ സുവിശേഷം കേൾക്കുമ്പോൾ നമ്മൾ ആത്മാവിൽ ദരിദ്രർ സൗഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ് എന്ന്. ദാരിദ്ര്യം ഒരു സൗഭാഗ്യമാണെന്ന് യേശു പറയുന്നുണ്ടോ? ഇതിൻ്റെ അർത്ഥം എന്താണ്? ആത്മാവിൽ ദാരിദ്ര്യം, ആത്മാവിന് ദാരിദ്ര്യമാണോ ഉള്ളത്? ഇവിടെയാണ് നമുക്ക് വൈരുദ്ധ്യങ്ങളുണ്ടെന്ന് പറയാൻ കാരണം. ആത്മാവിൽ ദാരിദ്ര്യം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമുക്ക് തിരിച്ചറിയാൻ വളരെ സാമാന്യ ബുദ്ധിക്ക് കഴിയുകയില്ല. ആത്മാവിൽ ദാരിദ്ര്യമുള്ളവർ സൗഭാഗ്യവാന്മാർ എന്ന്. ദാരിദ്ര്യത്തെ സൗഭാഗ്യമായിട്ട് ക്രിസ്തുമതം കരുതുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഏറ്റവും കൂടുതൽ സമ്പത്ത് ഈ ലോകത്ത് ആർജിച്ചു വെച്ചിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ പിൻഗാമികളാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഈ അർത്ഥത്തിൽ അവരും എടുത്തിട്ടില്ല. ആത്മാവിൽ ദരിദ്രരായവർ സൗഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ശരീരത്തിൻ്റെ തലത്തിൽ നമുക്ക് ദാരിദ്ര്യമുണ്ടാകുമ്പോൾ നമുക്ക് വിഷയങ്ങളാണ് ആവശ്യം. ശരീരത്തിൻ്റെ തലത്തിൽ നമുക്ക് ദാരിദ്ര്യമുണ്ടാകുമ്പോൾ അത് എന്തുകൊണ്ട് പൂരിപ്പിക്കാൻ കഴിയും, അത് എന്തുകൊണ്ട് ഫുൾഫിൽ ചെയ്യാൻ കഴിയും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശാരീരികമായിരിക്കുന്ന ഭൗതികമായിരിക്കുന്ന വിഷയം കൊണ്ടാണ് ആ ദാരിദ്ര്യം തീർക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ ആത്മാവിൽ ദാരിദ്ര്യം ഉണ്ടായിക്കഴിഞ്ഞാലോ ആ ആത്മാവിലെ ദാരിദ്ര്യം തീർക്കാൻ ദൈവവചനം ഒന്നുകൊണ്ട് മാത്രമാണ് ആ ദാരിദ്ര്യത്തെ ഇല്ലാതാക്കാൻ കഴിയുകയുള്ളൂ. അപ്പം നമ്മൾ ഭാരതത്തിൻ്റെ തത്വചിന്തയുമായിട്ട് പരിചയപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകുന്നൊരു കാര്യം, ആത്മജിജ്ഞാസ എന്ന വാക്കിൻ്റെ വേറെ ഒരു പദമാണ് ആത്മാവിൽ ദാരിദ്ര്യം. ആത്മജിജ്ഞാസയുണ്ടോ അയാൾക്ക് ആത്മാനുഭവം ഉണ്ടായിരിക്കും. അതുപോലെ ആത്മാവിൽ ദാരിദ്ര്യമുണ്ടെങ്കിൽ അയാൾക്ക് ദൈവാനുഭവം ഉണ്ടായിരിക്കും. അപ്പോൾ ദൈവാനുഭവം ഉണ്ടാകുന്നതിന് മുൻപിൽ ആദ്യമായിട്ടുണ്ടായിരിക്കേണ്ട ഒന്നാണ് ആത്മാവിലെ ദാരിദ്ര്യം. ആത്മാവിൽ ദാഹമുണ്ടായിരിക്കണം, ആത്മാവിൽ ഒരു അഗ്നി ഉണ്ടായിരിക്കണം. ആ അഗ്നി ജ്വലിച്ച് ഈശ്വരനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനുള്ള വിധത്തിൽ ആന്തരികത വികസിക്കാനുള്ള ഒരു സന്നദ്ധതയാണ് ഈ ആത്മാവിലെ ദാരിദ്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ മിസ്റ്റിസിസം അല്ലെങ്കിൽ ആധ്യാത്മികത എന്ന് പറയുന്നത് ഈ ഒരു ഭാഷയാണ്. ഈ നിഗൂഢമായിരിക്കുന്ന ഭാഷ എന്തുകൊണ്ട് പഴയ കാലത്തെ ജ്ഞാനികൾ ഉപയോഗിച്ചു? ഭൗതികമായിരിക്കുന്ന ഒരു വിഷയം ചർച്ച ചെയ്യുന്ന സന്ദർഭമല്ല ഇത്, അങ്ങനെയുള്ളൊരു പ്രകരണമേ അല്ല ഇത്. ഈ വിഷയം ചർച്ച ചെയ്യുന്നത് തികച്ചും ആന്തരികമായിരിക്കുന്ന, പരീക്ഷണശാലകളിൽ പോലും പരിശോധിച്ച് നോക്കാൻ കഴിയുന്ന ഒരു അനുഭവത്തിൻ്റെ തലമല്ല ഇവിടെ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഷ ഇവിടെ കവിതയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ആത്മാനുഭവത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു രഹസ്യം പറയണമെങ്കിൽ ഭാഷയ്ക്ക് അതിൻ്റെ ശാസ്ത്രീയത വിട്ടുകൊണ്ട് കവിതയിലേക്ക് പ്രയാണം ചെയ്യേണ്ടതായിട്ടുണ്ട്. ആത്മാവിലെ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു കവിയുടെ ഉള്ളിൽ പൊന്തിവരുന്ന ഒരു ശബ്ദം ആണിത്, അല്ലാതെ ഒരു ശാസ്ത്രജ്ഞൻ്റെ ഉള്ളിൽ പൊന്തിവരുന്ന ശബ്ദമല്ല. എന്തുകൊണ്ട് ഒരു ഋഷി കവിയായിട്ട് മാറുന്നു? ഋഷിക്ക് പദങ്ങൾ ഒരിക്കലും ഭൗതികാർത്ഥത്തിൽ പ്രയോഗിക്കാൻ കഴിയുകയില്ല. അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന അനുഭവം പുറത്തേക്ക് പ്രവഹിക്കുമ്പോൾ അത് ഭൗതികമായിരിക്കുന്ന ചഷകങ്ങളിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരിക്കില്ല. അങ്ങനെ ഉൾക്കൊള്ളുകയാണെങ്കിൽ ഏതൊരു അനുഭവമാണ് അദ്ദേഹം ലോകത്തിന് പങ്കുവച്ചിട്ടുള്ളത് ആ അർത്ഥത്തിൽ അത് മനസ്സിലാക്കാനിടയില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വചനത്തെ നമ്മൾ ഉൾക്കൊള്ളണമെങ്കിൽ അതിന് ഉതകുന്ന രീതിയിൽ വികസിതമായിരിക്കുന്ന ഒരു ആന്തരികത ഒരു വ്യക്തിക്കുണ്ടായിരിക്കണം. ആ വ്യക്തികളെ ഏത് രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? അവർ ശരിയായ ഒരു തത്വജിജ്ഞാസുവാണ്. അറിയാനുള്ള ആഗ്രഹം, ആത്മാനുഭവത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണം നടത്തുന്ന ഒരു സാധകനായിട്ട് മാറണം. അത് സാധകന് മാത്രമാണ് ഈ വചനങ്ങളുടെ അർത്ഥം ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. വീണ്ടും പറയുന്നത് വിലപിക്കുന്നവർ സൗഭാഗ്യവാന്മാർ എന്ന്. അവർക്ക് സാന്ത്വനം ലഭിക്കും. വിലപിക്കുന്നവർ സൗഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാൽ ജീവിതം വിലാപമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിലോ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക, എപ്പോഴും ദുഃഖമയമായ ഒരു ഉള്ളവുമായിട്ട് ജീവിക്കുക, അതാണോ പറയുന്നത്? വിലാപം ഒരു തുടക്കമാണ്, സൗഭാഗ്യമാണ് ഒടുക്കമായിട്ടിരിക്കുന്നത്. വിലാപം എന്ന തുടക്കത്തിലൂടെ മാത്രമാണ് സൗഭാഗ്യം എന്ന ഒടുക്കത്തിൽ നമുക്ക് എത്താൻ കഴിയുള്ളൂ. ഈ വചനങ്ങളിലൂടെ ഒരു വാതിലാണ് നമുക്ക് തുറന്നു തരുന്നത്.
നമ്മൾ വിലപിക്കുന്നത് എന്തിനു വേണ്ടി? പണത്തിന് വേണ്ടിയാണോ? പദവിക്ക് വേണ്ടിയാണോ? അംഗീകാരത്തിന് വേണ്ടിയിട്ടാണോ? ലോകത്തെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? സൗന്ദര്യത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ വിലപിക്കുന്നത്? ഈ വിലാപം അങ്ങനെയൊരു വിലാപമേ അല്ല. ഇത് ആത്മവിലാപമാണ്. ആത്മാവിൻ്റെ തലത്തിലുള്ള വിലാപം നമ്മളിൽ വരുമ്പോൾ ആ വിലാപമാണ് ഈശ്വരൻ്റെ അനുഭവം കൊണ്ട് പൂരിപ്പിക്കപ്പെടുന്നത്. അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് മാറുന്നത്. വിലപിക്കാത്തവന് ഇത് കിട്ടുകയില്ല. ഈശ്വരന് വേണ്ടി കരയുക. ശ്രീരാമകൃഷ്ണ പരമഹംസർ നിരന്തരമായി പറയുന്ന ഒന്നാണ്, നമ്മളുടെ പ്രാർത്ഥന കരച്ചിലുകളായിട്ട് മാറണമെന്ന്, നമ്മുടെ പ്രാർത്ഥനകളിൽ കണ്ണുനീര് വരണമെന്ന്, ഈശ്വരന് വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള കേഴൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണമെന്ന്. അങ്ങനെ കേഴുന്ന ഒരാൾക്ക് ഈശ്വരൻ അത് പ്രത്യക്ഷമായിരിക്കുന്ന ഒരു അനുഭവമായിട്ട് ഉള്ളത്തിൽ തെളിയും. ഈ കേഴലിൽ, ഈ കരച്ചിലിൽ, ഈ അഴുകലിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മിൽ തന്നെ ഇരിക്കുന്ന അഹങ്കാരത്തിൻ്റെ ആ സാന്ദ്രമായിരിക്കുന്ന ആ കനം പിടിച്ചിട്ടുള്ള തലങ്ങൾ തേഞ്ഞ് തേഞ്ഞ് അല്ലെങ്കിൽ ഉരുകി ഉരുകി ഇല്ലാതായിട്ട് തീരുന്നു. വിലപിക്കുന്നവന് അഹങ്കാരം പൂർണ്ണമായിട്ട് ദ്രവിച്ചു പോകുന്നുണ്ട്. വിലപിക്കാൻ കഴിയാത്തവരിൽ എപ്പോഴും കനം പിടിച്ചിരിക്കുന്ന ഒരു പ്രതലം അഹങ്കാരത്തിൻ്റെതാണ്. അപ്പം നമ്മളുടെ ജീവിതത്തിൽ കരയാൻ കഴിയാത്ത ആളുകളുണ്ട്. എത്രയോ ആളുകൾക്ക് കരയാൻ കഴിയുന്നില്ല, അമർത്തിപ്പിടിച്ച് ജീവിക്കുന്നുണ്ട്. കരച്ചിൽ വളരെ നല്ല ഒരു മെഡിറ്റേഷനാണ്. വേണമെങ്കിൽ അത് ഒരു കഥാർസിസ് പ്രോസസ്സ് എന്ന് പറയാം.